ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു കിടിലൻ സ്നാക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡ്, മാഗി, സോസും പിന്നെ ചീസും. ഇത് 4 സാധനങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി സ്നാക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരുപാട് പണിയൊന്നുമില്ല, വേഗം ഉണ്ടാക്കാൻ കഴിയുന്നൊരു സാധനമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അതിനാദ്യമായിട്ട് മാഗി എടുത്തിട്ട് സാധാരണ നമ്മളെന്താ ചെയ്യൽ, വെള്ളത്തിലിട്ട് വേവിക്കുമല്ലോ ചെയ്യൽ, അതുപോലെ ചെയ്യുക. മാഗി മസാലയെല്ലാം വെള്ളത്തിലിട്ടിട്ട് മാഗി ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. എന്നിട്ട് ബ്രെഡ് എടുക്കുക. ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ കയ്യിലുള്ള സോസ്, പിസ്സ സോസ് ആണെങ്കിൽ പിസ്സ സോസ്, ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പില്ലേ അതാണെങ്കിൽ അത് എന്നിട്ട് അതിൻ്റെ മുകളിൽ അങ്ങ് നല്ലോണം അങ്ങ് പോരട്ടോ. നമ്മുടെ അടുത്ത് എപ്പോൾ ടൊമാറ്റോ സോസ് ഉണ്ടാകും, കാരണം നമ്മളത് ഉണ്ടാകും. 2 തക്കാളി എടുത്ത് ഉണ്ടാക്കിക്കൂടെ. നിങ്ങൾക്ക് റെസിപ്പി അറിയില്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ചെക്ക് ചെയ്താൽ മതി, റെസിപ്പി ഉണ്ട്. പിന്നെ വേവിച്ച മാഗിയില്ലേ, അത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് വെക്കുക. എത്രയാണ് വേണ്ടത് വെച്ചാൽ അത്രയും വെച്ചോ. ഞാൻ 2 ബ്രെഡ് എടുത്തിന്, ആ 2 ബ്രെഡിന് വേണ്ടിയിട്ടുള്ള മാഗി ആക്കി. എന്നിട്ട് ഇതുപോലെ അങ്ങ് വെച്ചു. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി അതിൻ്റെ മുകളിൽ സോസ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ അങ്ങ് കുറച്ചൊന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് മൊസറല്ല ചീസാണ്. മൊസറല്ല ചീസ് തന്നെ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ മാത്രമല്ല, തിന്നുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ വലിഞ്ഞ് വരൂലേ, അതൊരു പ്രത്യേക രസമാണ്. ഇതുപോലെ അങ്ങ് ചുരണ്ടി ഇടുക ചീസ്. സന്ധ്യയായിപ്പോയിനി, അതുകൊണ്ടാണ് ഒരു നിഴലടിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ അങ്ങ് 2ൻ്റെ അകത്തും ചുരണ്ടി ഇട്ടിട്ട് നമ്മളിത് അടുപ്പത്ത് വെക്കണം. ഒരു ലോ ഫ്ലെയിമിൽ. ബ്രെഡ് കരിഞ്ഞു പോറ് ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു പാത്രവും വെച്ചിട്ട് ഒരു കഷ്ണം ബട്ടറും അതിൻ്റെ അകത്ത് ഇട്ടിട്ട് മെൽട്ടാക്കുക. എന്നിട്ട് ഇതങ്ങ് അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഒരു ലിഡിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു അടപ്പിനെ കൊണ്ട് നമ്മളിതങ്ങ് അടച്ച് വെക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് വെച്ചാൽ മുകളിലുള്ള ചീസില്ലേ അതെല്ലാം അങ്ങ് മെൽട്ടായിട്ട് ഇങ്ങ് വെലിഞ്ഞ് വരണ ആ പരുവത്തിലാവും. ഭയങ്കര രസമുള്ള ഒരു സംഭവമായിരുന്നു. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മുന്നേ കാണുന്നവരാണെങ്കിൽ ലൈക്കും കമൻറ്റൊന്നും ചെയ്യാൻ മറന്നു പോകണ്ട. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.